മഹാരാഷ്ട്രയിലെ തഡോബ ടൈഗർ റിസർവിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. നമ്മൾ സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊത്തം 5 സഫാരിയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലൊക്കെ പോകാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് വരുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൊഹാലി റോഡെന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് നമുക്ക് ഈ സ്ട്രെയിറ്റ് റോഡാണ് നമ്മുടെ സഫാരിയൊക്കെ പോകുന്നത്. അതിൻ്റെ പല സോണുകളിലേക്കായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ തഡോബയിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് വന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഈ കാണുന്നത്. എന്തായാലും നമ്മുടെ തഡോബ ടൈഗർ റിസർവിൻ്റെ ഓഫീസും കാര്യങ്ങളും സെറ്റിങ്സും എല്ലാം നല്ല അടിപൊളിയാണ്. നല്ല രീതിയിലാണ് അവരെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മോർണിംഗ് സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്നത് മൊഹാർലി എന്ന് പറയുന്ന ഗേറ്റിലേക്കാണ്. ഇതൊരു കോർ സോണാണ്. എന്തായാലും നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ യാത്ര കൃത്യം 6:30 തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പേപ്പർ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് 6:30 തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ട്. നമുക്ക് ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിക്കുന്നത് ഒരു ലെപ്പേഡിൻ്റെയാണ്. ഇതൊരു ഫീമെയിൽ ആയിട്ടുള്ള ലെപ്പേഡാണ്. നമ്മുടെ കൂടുതൽ ഹാർസിക്കാണ് ആദ്യം ഇതിനെ കണ്ടത്. നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞത് അവർ ഇതുവരെയുള്ള യാത്രകളിൽ ഒരുപാട് ടൈഗറിനെയും അല്ലെങ്കിൽ മറ്റ് ആനിമൽസിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഓപ്പൺ പ്ലേസിൽ ഇത്രയും നേരം ഒരു ലെപ്പേഡിനെ കാണാൻ ആദ്യമായിട്ടാണ്. എന്തായാലും നമുക്കും അതിനുള്ളൊരു ഭാഗ്യമുണ്ടായി. വിഷ്വൽ എടുക്കുന്ന നേരത്തെ ആൾ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാനുള്ള ശ്രമം നടത്തി. ആളൊന്ന് ഓടാനുള്ള ശ്രമം നടത്തി. പക്ഷേ വീണ്ടും ധൈര്യമൊക്കെ പ്രാപിച്ച ആൾ അവിടെ തന്നെ നിന്നു. ഒരു ഹാഫ് ആൻ അവർ സൈറ്റിംഗ് തന്നിട്ടാണ് പിന്നെ ആൾ ഇവിടുന്ന് പോയത്. കുറേ ക്യൂട്ട്നെസ്സൊക്കെ വാരി ആളുടെ കുറേ കളികളും കുറേ നല്ല നല്ല മൂവ്മെൻറ്റ്സ് നമുക്കിതിൽ കിട്ടി. നമ്മൾ തഡോബക്ക് വരുന്നതിന് മുന്നേ കുറച്ച് നാൾ മുമ്പ് ഗിറും രാജസ്ഥാനൊക്കെ പോയായിരുന്നു. അവിടെ നമ്മളൊരു സഫാരിക്ക് പോയിട്ടുണ്ട്. അതായത് ലെപ്പേഡിന് മാത്രമായിട്ടുള്ള സഫാരി സെൻ്റർ ഉണ്ട് അവിടെ. ജലാന സഫാരി സെൻ്റർ എന്നാണ് അതിൻ്റെ പേര്. അവിടെയാണ് ഞാൻ ഏറ്റവും ബോൾഡായിട്ടുള്ള റാണ എന്ന് പറയുന്നൊരു മെയിൽ ലെപ്പേഡിനെ കാണുന്നത്. ആൾക്ക് ഒട്ടും പേടിയില്ല. നമ്മുടെ വാഹനമോ അല്ലെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്ന നേരത്ത് നമ്മുടെ അടുത്തുകൂടി പോയാൽ പോലും ആളതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരു ബോൾഡായിട്ടുള്ള ലെപ്പേഡിനെ കാണുന്നത് റാണേനെയാണ്. ശേഷം തഡോബയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ധൈര്യമായിട്ടുള്ളൊരു ഫീമെയിൽ ലെപ്പേഡിനെ കാണുന്നത്. ഈ ഒരു സഫാരി സെൻ്ററിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആനിമൽ ടൈഗർ തന്നെയാണ്. സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ ലെപ്പേഡുകൾ. പക്ഷേ ഈ ഒരു ഓപ്പൺ പ്ലേസിൽ ലെപ്പേഡുകൾ ഇങ്ങനെ കാണുന്നത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. മറ്റൊന്നും കൊണ്ടല്ല, ലെപ്പേഡുകളെ നല്ല രീതിയിൽ ടൈഗർ അറ്റാക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ലെപ്പേഡുകൾ ഇങ്ങനൊരു ഓപ്പൺ പ്ലേസിൽ വന്ന് കാണുന്ന കാഴ്ച ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളും ഫാമിലിയോ അല്ലെന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനൊരു സഫാരി പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ട്രെയിൻ ഇവിടെ വരാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വെഹിക്കിളിനും വരാം. എന്തായാലും സഫാരിക്ക് ഇവിടെ വന്നിരിക്കുന്നത് ബൈ ട്രെയിൻ വഴിയാണ്. തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ പോകുന്ന കേരള എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനാണ് നമ്മളിവിടെ വന്നത്. ഡെയിലി സർവീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ വരാൻ സാധിക്കും. നമ്മളിവിടെ വരുമ്പോൾ ചന്ദ്രപൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വേണം ഇറങ്ങാനായിട്ട്. അവിടെ നിന്നും ഏകദേശം 20 കിലോമീറ്റർ നമ്മൾ ടാക്സി വിളിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സഫാരി സെൻറ്ററിൽ എത്താൻ പറ്റും. സഫാരി സെൻറ്ററിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ സഫാരികളുടെ ടിക്കറ്റുകളും അതുപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റുകളും എല്ലാം കൺഫേം ചെയ്തിട്ട് വേണം നമ്മളിവിടെ വരാനായിട്ട്. അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു സഫാരി സെൻറ്റർ നിലനിൽക്കുന്നത്. അതുകൊണ്ട് പരിമിതികൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ കണക്കാക്കിയിട്ട് വേണം ഈ ഒരു സഫാരിക്ക് വരാൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നേരം സൈറ്റിംഗ് തന്നിട്ട് നമ്മുടെ ലെപ്പേഡ് അങ്ങനെ നേരെ കാട് കയറി വീണ്ടും നമ്മുടെ യാത്ര നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഒരു ലേക്കിൻ്റെ സൈഡിലേക്കാണ്. മോർണിംഗ് ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ സൈറ്റിംഗ് ഒന്നുമില്ല. ഈവനിങ് സമയങ്ങളിൽ ടൈഗർ കപ്സായിട്ടും അതുപോലെ തന്നെ ലെപ്പേഡുകളും മാനുകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന ഏരിയയാണിത്. നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം ഒരു ജീവികളെ പോലും ഇപ്പോൾ കാണാനില്ല. നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് ഇനിയും പോയി നോക്കാനാണ്. അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും പോവുകയാണ് നമ്മൾ മുന്നോട്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ വരുമ്പോൾ ഒരു മാസ്കും ഒരു ക്യാപ്പൊക്കെ എന്തായാലും കൊണ്ടുവരണം. ഓഫ് റോഡാണ് കൂടുതലും പോകുന്നത്. ഇപ്പോൾ നമ്മൾ ടാറ്റ വഴിയെ പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ ഓഫ് റോഡ് കൂടുതൽ പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് വീണ്ടും അടുത്ത സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സാമ്പാടിയറിനാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊരു മെയിലായിട്ടുള്ള സാമ്പാടിയറാണ്. നമ്മുടെ നാട്ടിൽ മ്ലാവ് എന്നൊക്കെ പറയുന്ന സെയിം ഐറ്റം തന്നെ. കടുവയുടെ ഒരു മെയിൻ ഭക്ഷണം കൂടിയാണ് ഇത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിലുകൾക്ക് കൊമ്പുണ്ടാവില്ല, മെയിലുകൾക്ക് കൊമ്പുണ്ടാവും. ഇതൊരു മെയിലായിട്ടുള്ളൊരു സാമ്പാടിയറാണ്.
എന്തായാലും വളരെ മനോഹരമായിട്ടൊരു സ്ഥലത്തു കൂടിയാണ് നമ്മളിപ്പോൾ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കൂടി എന്ന് പറയാം. നമ്മൾ മൊത്തം 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ പോകുന്നത്. മൊത്തം 14 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ വന്നിരിക്കുന്നത്. വീണ്ടും നമ്മൾ ടാർ റോഡിൽ നിന്നും വീണ്ടും ഓഫ് റോഡിലേക്ക് പോവുകയാണ് ഉൾക്കാഴ്ചകൾ കാണാനായിട്ട്. അങ്ങനെ നമുക്ക് അടുത്തൊരു സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് കേഴമാൻ്റെയാണ്. ആദ്യം ഒന്ന് പരിപോഷിച്ച് നിന്നിട്ട് വീണ്ടും റോഡ് ഒന്ന് ക്രോസ് ചെയ്ത് പോകുന്ന മനോഹരമായിട്ടൊരു വിഷയമാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ കേഴമാൻ്റെ വിഷയിലൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്പൺ പ്ലേസിലാണ് നമുക്ക് ഈ ഒരു വൈൽഡ് ഡോഗ്സിൻ്റെ കുറച്ച് വിഷ്വൽസ് കിട്ടിയത്. 5-6 എണ്ണമുള്ള ഒരു കൂട്ടം തന്നെയാണിത്. നല്ല രീതിയിൽ അവരുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ കാണുന്ന പോലെ അത്ര ക്യൂട്ടല്ല ഇവരെ കയ്യിലിരിപ്പ്. മറ്റൊന്നും കണ്ടല്ല, നമ്മുടെ മുന്നിലെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവർ പിടിക്കുന്ന ഇരയെ, ഇപ്പോൾ ഒരു മാനിനെയോ അല്ലെങ്കിൽ ഒരു മ്ലാവിനെയൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ശരീരഭാഗങ്ങൾ പച്ചയോടുകൂടി കടിച്ചു പറിച്ചിരുന്ന സ്വഭാവക്കാരാണ് ഇവർ. കണ്ണും മൂക്കും അങ്ങനെയുള്ള ശരീരഭാഗങ്ങളൊക്കെ ജീവനോടുകൂടി കടിച്ചു പറിച്ചിരുന്ന സ്വഭാവക്കാർ. ഫ്രഷ് മീറ്റ് കഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ഇവർ ചെയ്യുന്നത്. എന്തായാലും ഇവിടെ ഇവർ ഭയങ്കര ക്യൂട്ടായിട്ട് കളിക്കുന്ന ഒരു വിഷ്വലാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള വൈൽഡ് ഡോഗ്സിനെ അപേക്ഷിച്ച് ഇവർക്ക് ഇച്ചിരി കളറ് കുറവാണ്. പക്ഷേ ടെയിലിൻ്റെ നീളം ഇച്ചിരി കൂടുതലുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. പിന്നെ അവരെക്കാളും ഇച്ചിരി കൂടി ക്യൂട്ടാണ് ഇവരെ കാണാനായിട്ട്. ഞാൻ നമ്മുടെ നാട്ടുപ്രദേശം എന്നുദ്ദേശിച്ചത് കേരള, കർണാടക, തമിഴ്നാട് ഈ ഒരു കാടുകളിലൊക്കെ കാണുന്ന വൈൽഡ് ഡോഗ്സിനെ അപേക്ഷിച്ചിട്ട് ഇവർക്ക് കളറ് കുറവാണ്. എന്നിരുന്നാൽ പോലും ടെയിലിൻ്റെ അതേപോലെ രോമവളർച്ചയൊക്കെ കൂടുതലാണ്. പിന്നെ കഴുത്തിന് താഴെ ഒരു വ്യത്യസ്തമായിട്ടൊരു ഷെയ്ഡ് പോലെയാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയതാണ്, കാരണം നല്ല ലോങ്ങിലാണ് ഇവർ കിട്ടിയത്. എന്തായാലും അതിമനോഹരമായിട്ടൊരു കാഴ്ചയായിരുന്നു ഇവരുടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് കമൻസായിട്ട് അയക്കുക. ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും വിഷ്വൽസും നമ്മുടെ ചാനലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ആഹാ, നല്ലൊരു ഓട്ടം കിട്ടി. എല്ലാവരും നല്ല കൂട്ടുകാരെ പോലെ നല്ല എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ പ്ലേസിൽ കിട്ടിയ ഒരു കാഴ്ചയാണ്. മാനുകളും നമ്മുടെ ഹനുമാൻ മൃഗങ്ങളും സാമ്പാടിയറും എല്ലാം കൂടി കൂട്ടമായിട്ടിരിക്കുന്ന ഒരു ഓപ്പൺ പ്ലേസ് ആയിരുന്നു. എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു ഇത്. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു വാച്ചിങ് ടവറും കാണാം. ചേട്ടൻ പറഞ്ഞത് ഇതിന് സെൻസസൊക്കെ എടുക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലത്താണ് നിൽക്കാറുള്ളതെന്ന്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ആനിമൽസൊക്കെ വരുന്ന ഏരിയയാണ്. നമ്മളിപ്പോൾ കാണുന്നത് സാമ്പാടിയറ മണ്ണിന് സോൾട്ടിൻ്റെ അംശമുണ്ട്. അപ്പോൾ ആ ഉപ്പിൻ്റെ അംശം നക്കിയെടുക്കുന്ന സീനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നാച്ചുറൽ സോൾട്ട് അല്ലേ? അതായത് ഉപ്പിൻ്റെ അംശമുള്ളതുകൊണ്ട് അത് കഴിക്കുന്ന സാമ്പാടിയാറാണ് നമ്മളിപ്പോൾ കാണുന്നത്.
അപ്പം ഇതാ കാണാനാണ് നമ്മുടെ ക്രൊക്കഡൈൽ. എന്തായാലും നമ്മുടെ സഫാരി സെൻറ്ററിലെ കരയിൽ വെച്ച് ഏറ്റവും ശക്തനായിട്ടുള്ള ജീവി കടുവയാണെങ്കിലും വെള്ളത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ജീവി നമ്മുടെ മുതല തന്നെയാണ്. ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളത്തിൽ ആരും ഇറങ്ങരുതെന്നുള്ളതൊക്കെ. അത് നിരസിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആൾ വളരെ ചെറുതായിട്ട് തോന്നും. ഏകദേശം ഒരു 7-7.5 അടിയോളം ഇതിന് നീളമുണ്ട്. വളരെ സ്ലോലി ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. എന്തായാലും കരപ്പെട്ടൊന്നും കയറി വന്നിട്ടില്ല ആൾ. നേരെ വെള്ളത്തിൽ കൂടി പോകുന്ന ചെറിയൊരു മൂവ്മെൻറ്റ്സാണ് കിട്ടിയത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ ആഫ്റ്റർനൂൺ സഫാരിയാണ്. 2 മണിക്കാണ് ആഫ്റ്റർനൂൺ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ഞാനും ഷെഹനാസും ജിനോ ചേട്ടനും മാത്രമായിട്ട് മലയാളികളായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ വെച്ച് പരിചയപ്പെട്ട നോർത്ത് ഇന്ത്യൻ ചേട്ടന്മാരാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് C3 എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ടൈഗറിൻ്റെ കപ്സുകളാണ്. അങ്ങനെ ഈ കൂട്ടത്തിലെ 3ാമത്തെ മെയിൽ ടൈഗറെ തേടി നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. എന്തായാലും നമ്മൾ 3ാമത്തെ കബിനെ തേടിപ്പോയി, കിട്ടിയില്ല. ആ ടൈം കൊണ്ട് നേരത്തെ കിടന്നുറങ്ങിയ 2 ടൈഗറിൽ ഒരു ടൈഗർ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി, മറ്റേ ടൈഗർ നേരെ കാട്ടിലേക്ക് കയറിപ്പോയി. ഇതൊരു 8 മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ ടൈഗറാണ്. കണ്ട ഒരു വലിയ കടുവയെ പോലെ തോന്നുമെങ്കിലും ഇതിന് 8 മാസം പ്രായമുള്ളൂ. ഇതുങ്ങൾക്ക് പ്രത്യേകിച്ച് പേരോ നമ്പറുകളോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം 3 വയസ്സ് വരെ ഇവർ അമ്മയുടെ അണ്ടറിലായിരിക്കും. അമ്മയായിരിക്കും ഇവർക്ക് തീറ്റയും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ 3 വയസ്സിലായിരിക്കും. ഈ 3 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ സ്വന്തമായിട്ട് ടെറിട്ടറി തേടി പോകുന്നത്. ആ ടൈമിനായിരിക്കും ഇവർക്ക് എന്തെങ്കിലും പേരോ അല്ലെങ്കിൽ കോഡോ എന്തെങ്കിലും കൊടുക്കുന്നത്. ഇപ്പം നിലവിൽ ഇവർക്ക് യാതൊരു പേരോ കോഡോ ഒന്നും ആയിട്ടില്ല. ഇതെന്തായാലും കുട്ടികളാണിപ്പോൾ. വീഡിയോയ്ക്ക് ചെറിയ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണം. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ മാക്സിമം സ്റ്റെബിലിറ്റി തന്നെയാണ് പിടിച്ചത്. പക്ഷേ വണ്ടികളുടെ ബാക്കിയുള്ള ആൾക്കാർ മൂവ് ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ ഷെയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കണം എന്നോട്. സ്റ്റെബിലിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ക്ലാരിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത്. എന്തായാലും ആ ഒരു മൂവ്മെൻറ്റ്സിന് ശേഷം നമ്മുടെ ആ ഒരു ഫീമെയിൽ ടൈഗർ നേരെ മുകളിലേക്ക് കയറിപ്പോയി. നമുക്കിനി അടുത്ത കടുവയെ തേടി പോവാം. ഇത് നമ്മൾ നേരത്തെ അന്വേഷിച്ചിട്ടുള്ള മെയിൽ കബ്ബാണ്. ഇതിന് കോളർ റിംഗ് ഉണ്ട്, അത് കണ്ടറിയാൻ പറ്റും. കോളർ ID വെച്ചിട്ടുണ്ട്. 2 മെയിൽ കബ്ബുകൾക്കും കോളർ ID ഉണ്ട്. അങ്ങനെ നമ്മുടെ 3ാമത്തെ മെയിൽ ടൈഗർ നേരെ കുളത്തിൻ്റെ സൈഡിലേക്ക് വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ കടുവകൾക്ക് ഈ കോളറിങ് കൊടുക്കാനുള്ള മെയിൻ കാരണം അവരുടെ മൂവ്മെൻറ്റ്സ് മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ 1-2 കടുവകൾ ഇവിടെ മിസ്സിങ് ആയിട്ടുണ്ട്. മെയിനായിട്ട് കുട്ടികളാണ് മിസ്സിങ് ആവുന്നത്. അമ്മ ഇര പിടിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളെ ഏതെങ്കിലും സ്ഥലത്ത് സേഫായിട്ട് നിർത്തിയിട്ടാണ് അമ്മ പോകാറുള്ളത്. ആ ഇര പിടിക്കാൻ പോകുന്ന സമയത്ത് വൈൽഡ് ഡോഗ്സോ അല്ലെങ്കിൽ ലെപ്പേർഡ് അല്ലെങ്കിൽ മറ്റുള്ള ജീവികളുടെ ആക്രമണത്താൽ 1-2 കുട്ടികൾ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ കൂടിയാണ് ഈ കോളറിങ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ്സും അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ തടവയിലെ വിശേഷങ്ങൾ. നമ്മുടെ മോർണിംഗ് സഫാരിയും ഈവനിങ് സഫാരിയും കൂടി ഒരുമിച്ചാണ് നമ്മളിട്ടത്. ഇനി നമുക്ക് 3 സഫാരിയും കൂടി ഉണ്ട്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അയയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.